പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവാൻ യുക്കമാനോവിച്ച് ക്ലബ്ബ് വിട്ടതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു കോച്ചിനെ ഇനി സ്വന്തമാക്കേണ്ടതുണ്ട്. നിലവിൽ ഒരുപാട് കോച്ചുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ ശക്തമാണ്. ഉയർന്നു കേൾക്കുന്നത് FC ഗോവയുടെ കോച്ചായിട്ടുള്ള മനോളോ മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളതാണ്. ഒരുപാട് മാധ്യമങ്ങളൊക്കെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ISL 10ാം സീസണിലെ സെമി ഫൈനൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ കോച്ചിനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവാൻ യുക്കമാനോവിച്ചിന്റെ ആ ഒരു ഫെയർവെൽ പോസ്റ്റിന് മനോളോ മാർക്കസ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മനോളോ മാർക്കസിന്റെ ആ ഒരു കമന്റിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നാണ് മനോളോ മാർക്കസ് ആ ഒരു കമന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഒരുപാട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മനോളോ മാർക്കസിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ISLൽ മനോളോ മാർക്കസിന്റെ കീഴിൽ കളിച്ച ക്ലബ്ബുകളൊക്കെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാനപ്പെട്ട താരം തന്നെയാണ് അഡ്രിയാൻ ലൂണ. നിലവിലിപ്പോൾ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തു വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു റൂമറാണ് അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാനായിട്ട് FC ഗോവയ്ക്ക് താല്പര്യമുണ്ട് എന്നുള്ളത്. ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് FC ഗോവ അഡ്രിയാൻ ലൂണയ്ക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വാർത്ത എന്തായാലും ഫേക്ക് ആവാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം ലൂണയെ പോലത്തെ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. കാരണം ലൂണ ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം തകർന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സീസൺ. അതിനുശേഷം KBFC എക്സ്ട്രാ എന്ന പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നോക്കൌട്ട് മത്സരങ്ങളുടെ ആ ഒരു സമയത്ത് ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് KBFC എക്സ്ട്രാ എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 വരെയാണ് ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.